ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അയ്യോ, നൈറ്റ് ഇറങ്ങിയതാണ് ഗൈസ്. രാവിലെ സൺഡേ വ്ളോഗ് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ വെൽക്കം ടു സൺഡേ വ്ളോഗ്. നൈറ്റ് ഇപ്പോൾ സമയം 6:45. സമയം 6:45 ഇപ്പോൾ നൈറ്റ് ഇപ്പോൾ കഴിഞ്ഞിറങ്ങി. ഇനി റൂമിൽ പോവാ, കുറച്ച് നേരം കിടക്കുക. കഴിഞ്ഞിട്ട് ഇന്ന് എന്തൊക്കെ പരിപാടി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇഫ്താർ മീറ്റ് അങ്ങനെ ഉണ്ടോ പറയുന്നുണ്ട്. അതിന് പോവുക. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണാൻ പോകും. ഓക്കെ, ഒരു ചാടിക്കും. ഒരു ഡെയിലി വരുമ്പോൾ വഴിക്ക് വരുമ്പോൾ ഒരു ചാടിക്കും. ഇപ്പോൾ നേരമായി കഴിഞ്ഞാൽ ഫുഡൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ ചെന്നാൽ ചിലപ്പോൾ ഫുഡ് കഥയാവും. മുമ്പായതുകൊണ്ടാണ് പ്രശ്നം. ഈ സാധനം കാണിച്ചാൽ ഈ ഒരു വണ്ടി പോകും, ഒരു പിക്കപ്പാണ്, ലുക്കാണ് കണ്ടോ. വണ്ടി ഇത് ചതി ലുക്കാണ്, കളറും നല്ല രസമാണ്. പിന്നെ വയസ്സ് രാവിലെ ഉറക്കം കഴിഞ്ഞ് നീച്ചപ്പോഴാണ് ഒരു കാര്യം വന്നത്. എന്താ പറയുക, ഇവിടെ യുദ്ധം തുടങ്ങിയത്. യുദ്ധമാണ് എന്താണെന്ന് ഒരു മിസൈലൊക്കെ വന്ന് വീണതൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ സേഫ് ആട്ടോ, ഞാൻ നിൽക്കുന്ന ഏരിയയിലൊന്നും സീനില്ല. ആൾക്കാർ മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ സേഫ് ആട്ടോ, ഇവിടെ സീനൊന്നും ഇല്ല കേട്ടോ. എങ്ങാനും വന്ന് തലയിലൊന്നും വീഴോ? ഇല്ല ഇല്ല ഇല്ല, ഇവിടെ സേഫ്. എന്താണോ യുദ്ധം എന്തോ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എവിടെയെന്നറിയില്ല, ഞാൻ ഫുള്ള് നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഒരു പറഞ്ഞു കേട്ട് അതന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ സേഫാണ്, നോ പ്രോബ്ലം. മൃഗ കുഴപ്പമില്ല. ഞാനും എൻ്റെ ചെക്കന്മാർ സേഫാണ്. അജ്മാനും സേഫാണ്. തലേക്ക് വന്നിട്ട് വീഴുമോ? ഇല്ല ഇല്ല ഇല്ല, വീഴില്ല. ദൈവമേ, മിസൈലാണോ പോയത്? മിസൈലൊന്നും ഇല്ലല്ലേ. ഗൈസ്, എല്ലാവരും ബാക്കിൽ ഇരിക്കുന്ന പള്ളി മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഡെയിലി ഞാൻ എൻ്റെ ഓപ്പോസിറ്റുള്ള എന്താണ് വ്യൂ കാണിച്ചത്. മോർണിംഗത്തെ വ്യൂ. എൻ്റെ മോണെ നല്ല ഭംഗിയില്ലേ വീടുകളൊക്കെ. ഏയ് ചീത്ത കേൾക്കണ്ട കേട്ടോ. ഞാൻ കുറച്ച് പരിപാടി തീർക്കട്ടെ. വേറൊരു കാര്യമുണ്ട് ഗൈസ്, ഗൗരിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെക്കനൊരു ഗിഫ്റ്റ് അല്ല, ഒരു കേക്ക് മുറിക്കണം എന്നുണ്ട്. അപ്പോൾ മാളിൽ വന്നത് ഒരു കേക്ക് മേടിക്കണം. സംഭവം എന്ന് വെച്ചാൽ കൃഷ്ണ സർപ്രൈസ് കൊടുക്കുന്നുണ്ടോ. പക്ഷെ ഓനിക്കറിയാം, ഗൗരിക്കറിയാം ഓന് കേക്ക് മേടിക്കാനുള്ള തത്രപ്പാടാണ്. കാരണം ഓൻ്റെ ബർത്ത്ഡേക്ക് ഗൗരി മേടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെക്കൻ കേക്ക് മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടി മാളിൽ വന്നതാണ്. പക്ഷെ മാൾ തുറന്നിട്ടില്ല. 9 മണി 9:30 ആവും തുറക്കാൻ. സമയം 8:45 എന്തായാലും നോക്കട്ടെ. ദാറ്റ് മീൻസ് ഇവനാണ് കൃഷ്ണ, ഇവനാണ് ഗൗരി സംഘം, ഇത് പിന്നെ ബോസ്. ഇവനാണ് കൃഷ്ണ. ഇവൻ പിന്നെ ഫോട്ടോ എഡിറ്റാണ്. ഇവൻ എവിടെ തിരിഞ്ഞാലും ഫോട്ടോ എടുക്കണം. അതും കുതിരൻ്റെ കുതിരല്ലല്ലോ അത്. പറഞ്ഞ ചെക്കൻ്റെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. കത്തി കിട്ടിയില്ല, കത്തിക്ക് പറയാനുള്ള കാണില്ല. ഇത് വെച്ച് മുറിക്കും. ഞങ്ങൾ റിച്ചാണ്. ഒരു നല്ല ഫോട്ടോ എടുക്കും. നൻപന് കൊടുത്ത ഗിഫ്റ്റ്. ഇത് കട്ട് കൈ പിടിച്ചോ, കൈ പിടിച്ച് കട്ടേ പറയാ. ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കാടെങ്കടാ നാളേക്ക് സ്വയപ്പുള്ള കാടാണ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുക. എന്നടാ ഡെക്കറേഷനൊക്കെ വിത്ത് ബോസിന്റെ ഇതാണ്. ലോട്ടസിന്റെ ബിസ്ക്കറ്റ് മേടിച്ച് ഒരു കിക്കാറ്റ്. ലോട്ടസിന്റെ ബിസ്ക്കറ്റ് ഞാനിങ്ങനെ എടുക്കുന്നു. ഇപ്പത് ഞാൻ ചെറിയ അപ്പോൾ ഒഫീഷ്യലി കേക്ക് വെട്ടൽ പരിപാടി കഴിഞ്ഞ്. കേക്ക് ഭ്രാന്തിലായതുകൊണ്ടൊന്നും മര്യാദയ്ക്ക് വെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒന്നും കൂടി രാത്രി അതിൻ്റെ ബാക്കി വെട്ടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മോനെ ഇതുണ്ടോ? ഇത് മസ്താങ്ക ഇത് മസ്താങ്കാണ്. എടാ കുട്ടു മോനെ, എൻ്റെ കല്യാണത്തിന് ഇതേപോലത്തെ ഒന്നൊക്കെ ഉണ്ട് വിറയ്ക്കാനുള്ള അവസ്ഥയിൽ വെച്ചൊക്കെ. എൻ്റെ മോനെ സ്കൂള് കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോഴാണ് കാണുന്നത് കൈസ്. നല്ല സ്മെല്ലുള്ള റബ്ബർ മട്ടം.
ഒരു കാര്യം അതൊന്ന് തുറന്നാ ഈ കോമ്പസ് എന്തിനാ ഉപയോഗിക്കലൊന്നൊന്ന് പറഞ്ഞു തന്നെ. അതോ ഇത് 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 എന്തിനാന്നോ വെറുതെ പച്ചത്തി കളിക്കാം. ഓട്ടത്തിലും മറ്റേ ചിത്രം വരയ്ക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു. എന്തിനാന്നോ ഇതുവരെ മനസ്സിലായില്ല. ആരെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കുറച്ച് ഏരിയയിൽ ഒന്നാണ് ഒന്ന് ഈ റോഡ്, മെയിൻ റോഡ്, ഈ ബാക്കിലാണ് ഈ അറ്റത്തൊരു ബ്രിഡ്ജ് ഉണ്ട്. അതേപോലെ തന്നെ ഏറ്റവും അവിടെ ഇങ്ങനെ ഒരു കൊണ്ടപ്പോട്ട് അവിടെ സംഭവം എന്താ വെച്ചാൽ ഇതേപോലെ നല്ല വല്ല വണ്ടികൾ വന്നു. ഒരു റാപ്പർ പോയതല്ല, അതേപോലെ തന്നെ നല്ല നല്ല വണ്ടികൾ വന്നു. ഒരു ബെല്ലി പൊന്നളിയ ഏതാ മുതൽ വണ്ടി ഇത്. പക്ഷെ ബെല്ലി അല്ല ഗൈസ്, ചമ്മി വേറെ ഏതോ ആണ്. മൂഞ്ചി ഞാൻ ഉദ്ദേശിച്ച സാധനമല്ലേ. പക്ഷെ ഏകദേശം ബെല്ലിൻ്റെ കോപ്പിയാ തോന്നുന്നു. ഇവിടെ കുറേ കോപ്പി വണ്ടികളുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങളിപ്പോൾ അൽഷോപ്പിൽ കയറി അല്ലേ, അത് ജസ്റ്റ് വണ്ടി നോക്കാൻ വേണ്ടി കയറിയതാണ്. എല്ലാ വണ്ടിയും വന്നിട്ടുണ്ട്, പക്ഷെ ഒരു മാറ്റമില്ല, ഒരു വണ്ടി വന്നിട്ടില്ല, നല്ലതൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതെല്ലാം ജസ്റ്റ് റൂമിൽ നടക്കുകയാണെങ്കിൽ അതിൻ്റെ എവരിലൊന്ന് കയറാം, ജസ്റ്റ് ഒന്ന് കയറണം. തീർച്ചയായും ഒരു ഐസ്ക്രീം എന്നാണ് ഒരു പൂതി. യൂണിക്കൈൻ്റെ സാധനമാണ്, വാനില. അപ്പോൾ ഗൈസ് ഇന്നും വേറെ ഒന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ബൈ.